ഹായ് പീപ്പിൾ, ഞാൻ ദി ഇൻസൈഡ് വെഡിറ്റ്. ഫൈനൽ ഡെസ്റ്റിനേഷൻ ബ്ലഡ് ലൈൻസ് കണ്ടിറങ്ങിയിരിക്കുകയാണ്. സിനിമയെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഒരു 90s ജനറേഷൻ അല്ലെങ്കിൽ ഒരു 80s ജനറേഷൻ നമ്മളിപ്പോഴും കിടന്നുറങ്ങുമ്പോൾ നമ്മളെ മോളിൽ സീലിംഗ് ഫാനിൽ നിന്ന് ഇന്ന് വരെ കേട്ടില്ലാത്ത ഒരു പ്രത്യേക ഒരു സൗണ്ട് ഉണ്ടാവുകയാണെങ്കിൽ, അതല്ലെങ്കിൽ നമ്മളൊരു ഹൈവേ കൂടെ പോകുമ്പോൾ നമ്മുടെ മുന്നിൽ പോകുന്ന ഒരു തടി കൊണ്ടുപോകുന്ന ഒരു ലോറി കാണുകയാണെങ്കിൽ അതിൽ നിന്നുണ്ടാവുന്ന ഒരു ഭീതിയുണ്ട്. അതിനെ ഉണ്ടാക്കിയ ഒരു ട്രോമയുണ്ട്. അതിന് പിന്നിലെ ഒരു സീരീസ് ഓഫ് സിനിമയാണ് ഫൈനൽ ഡെസ്റ്റിനേഷൻ സീരീസ് എന്ന് പറയുന്നത്. അതിൽ ഏറ്റവും പുതിയതായിട്ട് ഇറങ്ങിയ പാട്ടാണ് ഫൈനൽ ഡെസ്റ്റിനേഷൻ ബ്ലഡ് ലൈൻസ് എന്ന് പറയുന്നത്. സിനിമയുടെ പ്ലോട്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പ്രീവിയസ് 5 ചാപ്റ്റേഴ്സ് കണ്ടിട്ടുള്ള ഒരാളാണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും അറിയാം. അതായത് നമുക്കൊരു സിറ്റുവേഷൻ വരുമ്പോഴത്തേക്ക്, അല്ലെങ്കിൽ ഒരു പ്രത്യേക ഒരു സിനാരിയോ വരുമ്പോഴത്തേക്ക് നമുക്ക് ഒരു വിഷൻ വരികയാണ്. നമ്മൾ 6th സെൻസ് എന്നൊക്കെ പറയില്ലേ, അതുപോലെ നമുക്കൊരു വിഷൻ വരികയാണ്. നമ്മൾ അല്ലെങ്കിൽ നമ്മുടെ ചുറ്റിനും ഉള്ളവർക്ക് എല്ലാവർക്കും എന്തോ ഒന്ന് സംഭവിക്കാൻ പോകുന്നു, അല്ലെങ്കിൽ ഒരു മരണം സംഭവിക്കാൻ പോകുന്നു എന്നുള്ളത്. അങ്ങനെ കണ്ടതിന് ശേഷം നമ്മുടെ ലൈഫ് മുന്നോട്ട് പോകുമ്പോൾ എത്രത്തോളം അത് ആ ഒരു വിഷൻ അല്ലെങ്കിൽ ആ ഒരു ഭയം നമ്മൾ എത്രത്തോളം ഹോണ്ടിങ് ചെയ്യുന്നുണ്ടെന്ന് കാണിക്കുന്ന ഒരു സിനിമയും കൂടാണ് ഫൈനൽ ഡെസ്റ്റിനേഷൻ എന്ന് പറയുന്നത്. വിഷനറീസ്, ഡയറക്റ്റഡ് ബൈ സാക് ലിപ്പോസ്കി ആൻഡ് ആദം ബീസ്റ്റീൻ. അറിയാലോ, ഹോളിവുഡ് സിനിമയാണ്. സ്വാഭാവികമായിട്ടും എല്ലാ ഡിപ്പാർട്ട്മെന്റും കൈകാര്യം ചെയ്യുന്നത് മൾട്ടിപ്പിൾ ആയിട്ടുള്ള ക്രൂ മെമ്പേഴ്സ് ആയിരിക്കും. അതേപോലെ തന്നെ ഇതിലെ മെയിൻ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്, അത് 2018 ഇറങ്ങിയ ഫ്രീക്സ് എന്നൊരു സ്കൈഫൈ ത്രില്ലർ സിനിമയുണ്ട്. അപ്പൊ അതിന്റെ സെയിം ക്രൂ മെമ്പേഴ്സ് തന്നെയാണ് ഈ സിനിമയുടെയും പിന്നിന്റെ പ്രവർത്തകർ. മുമ്പുള്ള പ്രീവിയസ് 5 ചാപ്റ്റേഴ്സിന്റെയും മാറ്റി കുറയ്ക്കാതെ, എന്നാൽ ഇവരുടേതായിട്ടുള്ള ഒരു സിഗ്നിഫിക്കന്റ് സ്റ്റൈൽ ഓഫ് മേക്കിംഗ് ഈ സിനിമയിൽ ഉടനീളം നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. പ്രൊഡക്ഷൻ സൈഡിലോട്ട് വരുമ്പോൾ എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്യുന്ന ഒരു കാര്യമുണ്ട്. അതായത് ഒരു സിനിമ തുടങ്ങുമ്പോൾ ന്യൂ ലൈൻ സിനിമ എന്ന് എഴുതി കാണിക്കുമ്പോൾ കിട്ടുന്ന ഒരു മിനിമം ഗ്യാരണ്ടി ഉണ്ട് സിനിമയുടെ. അത് തന്നെയാണ് ന്യൂ ലൈൻ സിനിമ എന്ന ബ്രാൻഡിന്റെ ഏറ്റവും വലിയ പ്രൊമോഷൻ. ഞാൻ പറഞ്ഞില്ല, ഈ സിനിമയുടെ മെയിൻ വിജയം ഇതിന്റെ ടീം തന്നെയാണ്. ഈ സിനിമ, അതായത് ഇതിന്റെ കഥ എഴുതിയിരിക്കുന്നത് ജോൺ വാട്സ് ആണ്. ജോൺ വാട്സ് എന്നൊക്കെയാണ് നമ്മുടെ സ്പൈഡർമാൻ നോ വേ ഹോമിന്റെ ഡയറക്ടറാണ്. ഗായ് ബുസിക് ആൻഡ് ലോറി ഇവൻസ് ആണ് സ്ക്രീൻ പ്ലേ ചെയ്തിരിക്കുന്നത്. സ്ക്രീൻ പ്ലേ തികച്ചും ഇപ്പോ നമ്മൾ ഓൾറെഡി കണ്ട ലാസ്റ്റ് 5 ചാപ്റ്റേഴ്സിനെയും വെച്ച് കമ്പയർ ചെയ്യുകയാണെങ്കിൽ ഇത് കുറച്ചും കൂടി ഒരു, ഞാൻ പറഞ്ഞല്ലോ, പ്ലോട്ടിൽ നിന്ന് മാറാതെ കുറച്ചൊരു സ്റ്റോറി ലൈനും കൂടെ ബിൽഡപ്പ് ചെയ്തിട്ടുള്ള ഒരു മൂവിയാണ് ഫൈനൽ ഡെസ്റ്റിനേഷൻ ബ്ലഡ് ലൈൻസ് എന്ന് പറയുന്നത്. മുമ്പുള്ള 5 ഭാഗങ്ങളെ കമ്പയർ ചെയ്യുമ്പോഴത്തേക്ക് ഈ ഒരു സിനിമയിൽ ക്യാരക്ടേഴ്സിന്റെ ഓരോ ഇമോഷൻസ് നല്ല രീതിയിൽ പോർട്രേ ചെയ്തിട്ടുണ്ട്. അത് കാണുന്ന ഓഡിയൻസിനും അത് നല്ല രീതിയിൽ ഫീൽ ചെയ്യുന്ന രീതിയിൽ അവർക്ക് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. ഞാൻ മുമ്പ് പറഞ്ഞതുപോലെ, ഇത്തരം ഒരു സിറ്റുവേഷൻ ഒരാളുടെ ലൈഫിൽ ഉണ്ടാകുമ്പോൾ അത് തന്റെ ലൈഫിനെ എത്രത്തോളം അത് ഹോണ്ട് ചെയ്യും, അല്ലെങ്കിൽ മുമ്പോട്ടുള്ള ഓരോ ജീവിതവും അത് എത്രത്തോളം ഭയാനകമാണ് എന്നുള്ള രീതിയിൽ വളരെ വ്യക്തമായിട്ട് സിനിമയിൽ പോർട്രേ ചെയ്യാനായിട്ട് സാധിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ സിനിമയിൽ കുറെ ഡാർക്ക് ഹ്യൂമേഴ്സും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ദി ഫേസസ്, ഇതിൽ ടോണി ടോഡും റിച്ചർഡ് ഹാർമണുമാണ് എനിക്ക് ഫെമിലിയർ ആയിട്ടുള്ള ഫേസ് ആയിട്ട് തോന്നിയത്. ബാക്കി ആരും എനിക്ക് ഫെമിലിയർ ആയിട്ട് തോന്നിയില്ല. പക്ഷെ എന്നാൽ ഓൾറെഡി ഇവര് അഭിനയം കൊണ്ട് മികച്ച് തന്നെയാണ് നിൽക്കുന്നത്. ഞാൻ പറഞ്ഞില്ല, ഇതിൽ കുറെ ഇമോഷൻസ് കടന്നു പോകുന്നുണ്ട്. ഇതിൽ ചാർലി എന്ന് പറയുന്ന ഒരു കഥാപാത്രം തന്റെ അമ്മയുടെ സ്നേഹം അല്ലെങ്കിൽ തന്റെ സിസ്റ്ററിന്റെ സ്നേഹം കിട്ടാത്തത് പോയിന്റ് ഔട്ട് ചെയ്യുന്ന കുറച്ച് സീൻസ് ഒക്കെ ഉണ്ട്. അതൊക്കെ എനിക്ക് ഭയങ്കരമായിട്ട് ഫീൽ ചെയ്യാനായിട്ട് സാധിച്ചിട്ടുണ്ട്. അപ്പൊ അത്രയും, അതേപോലെ കുറെ ഇറിറ്റേറ്റിംഗ് ചെയ്യുന്ന ഒരു സിനിമയുടെ തുടക്കം തന്നെ ഒരു പയ്യനെ കാണിക്കും. അവനെ കാണുമ്പോഴേ നമുക്ക് എടുത്ത് തോട്ടിക്കളയാൻ തോന്നും. അപ്പൊ അതുപോലെ കുറെ ക്യാരക്ടേഴ്സ് ഉണ്ട്. ഇതിൽ റിച്ചാർഡ് ഹാർമൺ ചെയ്തിരിക്കുന്ന എറിക് എന്ന് പറയുന്ന ഒരു കഥാപാത്രമുണ്ട്. പുള്ളി ഒരു ടാറ്റോ സ്റ്റുഡിയോ ഒക്കെ ആയിട്ട് ഒരു പഴയ ഒരു ഈമായിട്ടാണ് പോർട്രേ ചെയ്തിരിക്കുന്നത്. എന്നാൽ പുള്ളി എല്ലാവരുടെ മുന്നിൽ ഭയങ്കര ടഫാണ്, ഒന്നിനോടും എല്ലാത്തിനോടും ഒരു പുച്ഛത്തോടുള്ള ക്യാരക്ടർ. എന്നാൽ ഒരു സ്റ്റേജിൽ എത്തുമ്പോഴത്തേക്കും നമുക്ക് തന്നെ മനസ്സിലാവും പുള്ളി എന്താണെന്നുള്ളത്. പുള്ളിയുടെ അച്ഛനോടുള്ള സ്നേഹം അല്ലെങ്കിൽ ഫാമിലിയോടുള്ള സ്നേഹം എന്താണെന്ന് നമുക്ക് വളരെ വ്യക്തമായിട്ട് പുള്ളിയുടെ അഭിനയത്തിലൂടെ നമുക്ക് കാണിച്ചു തരുന്നുണ്ട്. ഈ ക്രാഫ്റ്റേഴ്സ്, മ്യൂസിക് ഡയറക്ഷനിലോട്ട് പോവുകയാണെങ്കിൽ ടിം വിന്നാണ് ചെയ്തിരിക്കുന്നത്. ഞാൻ ഓൾറെഡി പറഞ്ഞല്ലോ, ഈ സിനിമയുടെ മിക്കവരും ഇപ്പം മ്യൂസിക് ഡയറക്ടർ ആയിക്കോട്ടെ, എഡിറ്റർ ആയിക്കോട്ടെ, ഇവരെല്ലാവരും ഫ്രീക്സ് എന്ന് പറയുന്ന ഒരു സിനിമയുടെ പിന്നീട് പ്രവർത്തകരായിരുന്നു. ഇതൊരു ഹൊറർ ത്രില്ലർ കാറ്റഗറി വരുന്ന സിനിമയുണ്ട്. തന്നെ മ്യൂസിക് ഡിപ്പാർട്ട്മെന്റിന് ഭയങ്കര റോളുണ്ട്. അതായത് നമുക്കറിയാം ഇപ്പം എന്തോ ഒന്ന് സംഭവിക്കാൻ പോകുന്നുണ്ട്, അത് എന്തായിരിക്കും എന്നുള്ളതെല്ലാം നമുക്ക് പ്രഡിക്റ്റബിൾ ആണെങ്കിലും, പക്ഷെ ആ ഒരു സീനിലോട്ട് നമ്മളെ കൊണ്ടെത്തിക്കുന്ന ഒരു ടെൻഷനുണ്ട്. അത് ഭയങ്കരമായിട്ട് ബാക്ക്ഗ്രൗണ്ട് സ്കോറിന് നമ്മളെ അത് ബിൽഡ് ചെയ്യാനായിട്ട് സാധിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ സിനിമാറ്റോഗ്രാഫർ ക്രിസ്റ്റ്യൻ സെബാൾട്ട്, പുള്ളി റെസിഡന്റ് ഈവിൽ 2006 ഇറങ്ങിയ ഒരു റെസിഡന്റ് ഈവിലിന്റെ സീരീസിൽ പുള്ളിയാണ് സിനിമാറ്റോഗ്രാഫറായിട്ട് വർക്ക് ചെയ്തിട്ടുള്ളത്. ഇത്തരം സിനിമകളിൽ കഥയ്ക്കുപരി ക്രാഫ്റ്റിംഗ് ആണ് മെയിൻ എന്ന് പറയുന്നത്. സ്വാഭാവികമായിട്ടും അപ്പം ഈ ഓരോ സീൻസ് നമ്മളെ കാണുന്ന ഓഡിയൻസിന് അത്രയും ഇമ്പാക്ട് കൊണ്ടുവരണമെന്നുണ്ടെങ്കിൽ അതുപോലാണ് ഓരോ ഷോട്ടും എടുത്തു വെച്ചത്. ഓരോ ഷോട്ട് ബൈ ഷോട്ട് നമ്മളെ എത്രത്തോളം എൻഗേജിങ് ആക്കാണ്, അല്ലെങ്കിൽ ആ ഒരു ഭയം ക്രിയേറ്റ് ചെയ്യാന്ന് പറയുന്നത് ഒരു ടെക്നിക്കൽ സൈഡിന്റെ ഔട്ട്പുട്ട് കൊണ്ട് മാത്രമേ നമുക്ക് കാണുന്ന ഓഡിയൻസിന് അത് കിട്ടത്തുള്ളൂ. അത്തരം ഒരു ഔട്ട്പുട്ട് തന്റെ വർക്കിലൂടെ ഓഡിയൻസിന് തരാനായിട്ട് സിനിമാറ്റോഗ്രാഫറിന് സാധിച്ചിട്ടുണ്ട്.
അതേപോലെ തന്നെ ഇതിന്റെ എഡിറ്റിംഗ് ആണെങ്കിൽ പോലും ഇതില് എഡിറ്റിങ്ങിന് ഉപരി VFXന്റെ ഒരു മെയിൻ അയ്യരുകളിയാണ്. അപ്പൊ പഴയ സീരീസ് നമുക്ക് ഇപ്പം റീവാച്ച് ചെയ്യുകയാണെങ്കിൽ നമുക്ക് സ്വാഭാവികമായിട്ടും അത് അതിന്റെ VFXന്റെ എഡിറ്റിംഗ് പോരായ്മകളൊക്കെ നമുക്ക് തിരിച്ചറിയാം. അതും ഏത് കാലഘട്ടം എന്ന് ഓർക്കണം, 2010 ആ ഒരു കാലഘട്ടത്തെ CG വർക്ക് ആണത്. എന്നാൽ 2025 വരുമ്പോഴത്തേക്കും എനിക്ക് ഒരിടത്ത് പോലും അത്രയും ഒരു ആർട്ടിഫിഷ്യൽ CG എന്നുള്ള രീതി നമുക്ക് ഫീൽ ചെയ്യുന്നില്ല. അത്രയും മികവോടുകൂടിയാണ് എഡിറ്റിംഗ് ആണെങ്കിൽ ഓരോ കട്ട്സ് ആയിക്കോട്ടെ, ഇതിന്റെ ബാക്ക്ഗ്രൗണ്ട് സ്കോർ ആയിക്കോട്ടെ, സിനിമാറ്റോഗ്രാഫി ആയിക്കോട്ടെ, എഡിറ്റിംഗ് ആയിട്ടെ, അതിലാണ് ഈ സിനിമ മെയിൻ ആയിട്ട് പുൾ ഓഫ് ചെയ്യുന്നത്. അതിൽ ഈ ടീം സക്സസ്ഫുള്ളി വിൻ ചെയ്തിട്ടുണ്ട്. ഈ സിനിമയുടെ ഷോ സ്റ്റീലർ തീർച്ചയായിട്ടും തിരക്കഥ തന്നെയാണ്. കാരണം ഒരു സിനിമ കാണുമ്പോൾ നമുക്ക് തീർച്ചയായിട്ടും കുറെ സംശയങ്ങളും കാര്യങ്ങളും എല്ലാം ഉണ്ടാവും. അപ്പോൾ അത് ആ സിനിമ കണ്ട് കഴിയുമ്പോഴത്തേക്ക് നമുക്ക് തന്നെ സിനിമയിലൂടെ അതിനെല്ലാം ഉത്തരം കിട്ടിയിരിക്കണം. അതല്ലാതെ സിനിമയ്ക്ക് ശേഷം നമ്മൾ റിസർച്ച് ചെയ്ത് പോകേണ്ട ഒരു അവസ്ഥ ഉണ്ടാവരുത്. അപ്പോൾ ഇതിന്റെ എല്ലാം ഉത്തരം നമുക്ക് സിനിമ കണ്ടു കഴിയുമ്പോഴത്തേക്ക് ഒരു ആദ്യമായി കാണുന്ന ഒരാൾക്ക് പോലും ഈസി ആയിട്ട് മനസ്സിലാക്കുന്ന രീതിയിലാണ് തിരക്കഥ. അതേപോലെ തന്നെ ഓരോ ഡെത്ത് സംഭവിക്കുന്ന രീതികൾ നമ്മളെ കൺവിൻസ് ചെയ്യുക, അല്ലെങ്കിൽ ഇതെല്ലാം നമുക്ക് കാണുന്ന ഓഡിയൻസിന് കണക്ട് ആവുക എന്നുള്ളത്, കണക്ട് ചെയ്യിപ്പിക്കുക എന്നുള്ളത് ഒരു ഭയങ്കര ചലഞ്ചിങ് ആയിട്ടുള്ള കാര്യമാണ്. അതാണ് മെയിൻ ആയിട്ട് ഈ സിനിമയുടെ സക്സസ് എന്ന് പറയുന്നത്. സിനിമയുടെ ഓവറോൾ എക്സ്പീരിയൻസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ, നിങ്ങളൊരു ഹൊറർ സിനിമ അല്ലെങ്കിൽ ത്രില്ലർ സിനിമ ഇഷ്ടപ്പെടുന്നവരാണോ, ഇന്ന് ഒരിക്കലും ഈ സിനിമ നിങ്ങളെ നിരാശപ്പെടുത്തില്ല. ഇതൊരു സീറ്റഡ് ഹൊറർ ത്രില്ലറാണ്. ഇതൊരിക്കലും ഫാമിലി ഓഡിയൻസിനോ അല്ലെങ്കിൽ കിഡ്സിനോ പറ്റിയ ഒരു സിനിമയല്ല. ന്യൂഡിറ്റിയോ കാര്യങ്ങളോ ഒന്നുമില്ല. തികച്ചും സിനിമയുടെ തുടക്കം മുതൽ ഒടുക്കം വരെ ബ്ലഡ് ഷെഡും കാര്യങ്ങളും തന്നെയാണ്. അപ്പോൾ ചോര കണ്ടാൽ പേടിക്കുന്നവർ അങ്ങനെയൊക്കെയുള്ള ടീംസിനെ ഒന്നും തിയേറ്ററിലോട്ട് കൊണ്ടുവരാതിരിക്കുക. ഇതൊരു തിയേറ്റർ വാച്ച് എക്സ്പീരിയൻസ് തന്നെയുള്ള പടമാണ് ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഞാൻ ഇതിനു മുന്നേയുള്ള പ്രീവിയസ് ചാപ്റ്റേഴ്സ് ഒന്നും സിനിമ തിയേറ്ററിൽ നിന്ന് കണ്ടിട്ടില്ല. അതിൻ്റെതായിട്ടുള്ള ഒരു നഷ്ടം എനിക്ക് ഉണ്ടായിരുന്നു. അത് ഈ ഒരു സിനിമയോട് കൂടി എനിക്ക് മാറി കിട്ടി. അത്രയും ഒരു എക്സ്പീരിയൻസ് ആണ്. എനിക്ക് ടോട്ടലി 4 ആണ് ഈ സിനിമയുടെ ഓവറോൾ എക്സ്പീരിയൻസ് പറയാനുള്ളത്. എ മസ്റ്റ് വാച്ച് മൂവി. See you in the next video. Keep watching. Until then, bye.